നമ്മെ തോൽപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ, നമ്മുടെ ജീവനേക്കാളേറെ നാം സ്നേഹിക്കുന്നവർ, സമയവും കാലവും നാം അവർക്കായി മാറ്റിവെക്കുന്നു. ഉയർച്ചയും നാശവും നാവിനെ ആശ്രയിച്ചിരിക്കുന്നു. സദ്ഭാഷണം അഭിവൃദ്ധിയും ദുർഭാഷണം നാശവും ഉണ്ടാക്കുന്നു. സ്ഥലകാലവും സന്ദർഭവും അനുസരിച്ച് ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധ്യത്തോടെ സംസാരിക്കണം. കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നമുക്ക് നേരെയുള്ള ആയുധങ്ങളായി മാറും. പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും. സത്യത്തേക്കാൾ ദുർഭാഷണം ദീർഘകാലം നിലനിൽക്കുന്നു. കള്ളം പറഞ്ഞാൽ അത് അല്പകാലം കഴിയുമ്പോൾ മറന്നേക്കാം. എന്നാൽ മനോവേദന ഉണ്ടാക്കുന്ന ദുഷിച്ച വാക്കുകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല. എന്നും അത് വേദനിപ്പിക്കുന്ന ഓർമ്മകളായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സ് കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും. എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹങ്ങൾ ആകർഷിച്ചെടുക്കും. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത്. വളവില്ലാത്ത മരമാണ് ആദ്യം ഒതുക്കപ്പെടുന്നത്. സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പര ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക. മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. തൻ്റെ മുമ്പിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ്. സന്തോഷത്തോടെ ജീവിക്കുക. യാഥാർത്ഥ്യമായി തുടരുക. മനസ്സിന് ആനന്ദവും ഉന്മേഷവും തരുന്ന സ്ഥലങ്ങളിൽ പോകുക. സ്നേഹത്തിന് അതിൻ്റേതായ അർത്ഥം മാത്രം നൽകുക. എന്നാൽ ഇതൊന്നും ആരോടും പറയരുത്. കാരണം മനോഹരമായ എന്തും ഇല്ലാതാക്കാൻ മാത്രമേ ആളുകൾ ശ്രമിക്കൂ. എല്ലാവരെയും സ്നേഹിക്കണം എന്നും ആരെയും പറ്റിക്കരുത് എന്നുമുള്ള മനസ്സുള്ളത് കൊണ്ടാവണം പലർക്കും ജീവിതത്തിൽ ഒരിടത്തും എത്തിപ്പെടാൻ കഴിയാതെ പോയത്. ഒരു നിമിഷത്തെ ദേഷ്യം ഒരായുസ്സിൻ്റെ നഷ്ടം തന്നേക്കാം. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. ക്ഷമയോടും വലിയൊരു വിശ്വാസവും മൗനത്തോട് വലിയൊരു ആയുധവും എന്നിൽ ഇന്നും അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം ഞാനായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. ചിരിക്കുന്ന മുഖവും പിഴയ്ക്കാത്ത നാവും ചിന്തിക്കുന്ന മനസ്സുമുണ്ടെങ്കിൽ ജീവിതം വിജയമാണ്. എന്നും നിലനിൽക്കുന്ന വിജയം. ഈ വിജയത്തിനായുള്ള തുടക്കമാകട്ടെ നാളത്തെ പുലർക്കാലം. തോറ്റുപോയിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ച് ജീവിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ. അപൂർവം ചില വെളിച്ചമുണ്ട് നമുക്ക് മുന്നിൽ. ചിലപ്പോൾ നാം അത്രയധികം തളർന്നിരിക്കുമ്പോൾ, ചിലപ്പോൾ എല്ലാം നഷ്ടമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് മുന്നിൽ നമുക്ക് മാത്രമായി തെളിയുന്നവ. നമുക്ക് മിണ്ടാൻ മടിയുള്ളവരുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ തിരക്കഭിനയിക്കുന്നതും നേരമില്ലെന്ന് ന്യായം പറയുന്നതും. നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ എത്ര തിരക്കിലായാലും അവർക്ക് വേണ്ടി എന്നും നേരം കണ്ടെത്തിയിരിക്കും. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. ജീവിത ചുറ്റുപാടുകളിൽ ശബ്ദമില്ലാത്തവരുടെ വാക്കുകളാകുമ്പോഴാണ്, കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകളാകുമ്പോഴാണ്, നടക്കാൻ കഴിയാത്തവരുടെ പാദമാകുമ്പോഴാണ്, മനസ്സ് കൈവിട്ടവരുടെ ചിന്തയാകുമ്പോഴാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും അർത്ഥപൂർണമാകുന്നത്.